ലേഡീസ് കോർണറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെക്കൻ ദ്വാരക എന്നറിയപ്പെടുന്ന കക്കാക്കുരി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടപരോഹണ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ദ്വാരകാനാഥ് രഥഘോഷയാത്രയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ധാരാളം തത്വനിവേദ്യങ്ങളും നിറബറയും ഒക്കെ സ്വീകരിച്ചാണ് ഭഗവാൻ ഈ യാത്ര പോകുന്നത്. ആദ്യത്തെ നിറബറ സമർപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ്. രഥം വലിക്കുന്ന വടം രഥം നിർമ്മിച്ച ശില്പിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴാണ് ഈ രഥഘോഷയാത്ര ആരംഭിക്കുന്നത്. കൃഷ്ണന്റെയും രാധയുടെയും ഒക്കെ വേഷമണിഞ്ഞ കുട്ടികളുടെയും താലപുലിയുടെയും അകമ്പടിയോടെയാണ് ഭഗവാൻ രഥത്തിൽ എഴുന്നള്ളുന്നത്. ഈ ഘോഷയാത്രയിലെ മുഴുവൻ കാഴ്ചകളും നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. രഥം ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഭഗവാന് തട്ടനിവേദ്യവും നിറമറയും കൊടുക്കുന്ന കാഴ്ചയാണിത്. ഇതുപോലെ ധാരാളം ഭക്തജനങ്ങളുടെ തട്ടനിവേദ്യവും നിറമറയും ഒക്കെ സ്വീകരിച്ചാണ് ഭഗവാൻ ഘോഷയാത്ര പൂർത്തിയാക്കി തിരിച്ചമ്പലത്തിൽ എത്തിച്ചേരുന്നത്. കണ്ണന്റെ രഥം വധിക്കാനായി ഭക്തജനങ്ങൾ 11 ദിവസത്തെ വ്രതശുദ്ധി എടുത്തിട്ടാണ് വരുന്നത്. ഘോഷയാത്രക്കിടയിൽ കോവളം MLA അതുവഴി വന്നു. അപ്പോൾ അദ്ദേഹവും നമ്മുടെ കൂടെ കുറച്ചു നേരം ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഈ ഘോഷയാത്രയ്ക്ക് മുൻപിലായി ധാരാളം കലാരൂപങ്ങൾ അണിനിരക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കലാരൂപങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഘോഷയാത്രയിലെ പ്രധാന ഇനമാണ് കേളേശ്വരം ടീമിന്റെ ചെണ്ടമേളം. എല്ലാ വർഷവും കക്കാക്കുരിയിലെ രഥഘോഷയാത്രയ്ക്ക് ഇവിടെ തന്നെയാണ് ചെണ്ടമേളത്തിനായി എത്തുന്നത്. ഘോഷയാത്രയിൽ ധാരാളം കലാരൂപങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ കയ്യടി കിട്ടിയത് ഷാജി ബാബുരും കൂട്ടർക്കുമാണ്. ഈ ഘോഷയാത്രയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ജണ്ടുക്കാവടി. കുട്ടികളും വഴിയെടുത്ത് കാത്തു നിൽക്കുന്ന ആൾക്കാരും വളരെ ആവേശത്തോടെയാണ് ഈ ഘോഷയാത്രയെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ താലപ്പൊലി എടുക്കാനായി എല്ലാവരും ഒരേ നിറത്തിലുള്ള ഉടുപ്പുകളാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ താലപ്പൊലി കാണാൻ നല്ല ഭംഗിയാണ്.
അങ്ങനെ ഇതാ രഥം പെരിഞ്ഞവല ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെടിക്കെട്ടോടു കൂടിയാണ് ഭഗവാനെ സ്വീകരിച്ചത്. ഈ രഥയാത്ര കടന്നു പോകുന്ന വരിയിലെല്ലാം ധാരാളം ആളുകളാണ് ഭഗവാനെ എഴുന്നള്ളത്ത് കാണാൻ എത്തിയിരിക്കുന്നത്. ഈ കഥാപാത്രങ്ങളെയൊക്കെ നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. തട്ടനിവേദ്യങ്ങളും നിറബറകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ തിരിച്ച് അമ്പലത്തിൽ എത്തിച്ചേരാറായി. അങ്ങനെ ഭഗവാൻ എല്ലാ തട്ടനിവേദ്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഇതാ 6 മണിക്കൂറോളം നീണ്ടുനിന്ന ഭഗവാന്റെ ദ്വാരകാനാഥ രഥഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഭഗവാന്റെ അകത്തെഴുന്നള്ളിപ്പാണ്. അതിനുശേഷം ബാക്കിയുള്ള പൂജകൾ അകത്ത് നടക്കും. ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാ കലാരൂപങ്ങളും ഘോഷയാത്ര കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രമുറ്റത്ത് അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കും. വർഷവും വിവിധ കലാരൂപങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് കക്കാകുരിയിലെ രഥഘോഷയാത്ര. അതുകൊണ്ട് തന്നെ ഈ രഥഘോഷയാത്രയ്ക്ക് ആരാധകർ ഏറെയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തൊടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.
അങ്ങനെ ഈ വർഷത്തെ ഘോഷയാത്രയുടെ ചടങ്ങുകളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.